ഇസ്രായേലിൻ്റെ വടക്കൻ രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ നഗരമാണ് ജസ്രീൽ. ഗിൽബോവ പർവ്വതനിരകൾക്കും ഫലഭൂഷ്ടമായ ജസ്രീൽ താഴ്വരയ്ക്കുമിടയിൽ കാർമൽ പർവ്വതത്തിനും ജോർദാൻ താഴ്വരയ്ക്കും സമീപം സ്ഥിതി ചെയ്യുന്നു. മെഡിറ്ററേനിയൻ തീരം മുതൽ ജോർദാൻ നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലവും ഫലഭൂഷ്ടവുമായ ഒരു താഴ്വര. പുരാതന ഇസ്രായേലിൻ്റെ വടക്കും തെക്കും തമ്മിലുള്ള നിർണായക ഇടനാഴിയായി മാറുന്നു. ഈ താഴ്വര തീരദേശ സമതലങ്ങളെ ഉൾനാടൻ മലമ്പ്രദേശങ്ങളുമായി ബന്ധിപ്പിച്ച് കൃഷി, വ്യാപാരം, സൈനിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വിലപ്പെട്ട പ്രദേശമാക്കി മാറ്റുന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെയും ഇസബൽ രാജ്ഞിയുടെയും രണ്ടാമത്തെ വസതിയായിരുന്നു. അവർക്കിവിടെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. ജസ്രീലിലെ സ്ഥാനം അതിനെ തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമാക്കി മാറ്റി. സൈന്യങ്ങൾ പലപ്പോഴും ജസ്രയേൽ താഴ്വരയിലൂടെ സഞ്ചരിച്ചു. ഇത് ബൈബിൾ ചരിത്രത്തിലുടനീളം യുദ്ധങ്ങളുടെ പതിവ് സ്ഥലമാക്കി മാറ്റി. പ്രധാനമായും ആഹാബിൻ്റെയും ജെസബലിൻ്റെയും പ്രവൃത്തികൾ കാരണം ഈ നഗരം ന്യായവിധിയുടെ പ്രതീകമായി മാറി. ഹോശേയ പ്രവാചകൻ പിന്നീട് ഇസ്രായേലിനെ ഒരു രൂപകമായി ഉപയോഗിക്കുകയും വടക്കൻ ഇസ്രായേൽ രാജ്യത്തിനെതിരായ ദൈവത്തിൻ്റെ ന്യായവിധിയുമായി അതിനെ ബന്ധപ്പെടുത്തുകയും ചെയ്തു. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്നായിരുന്നു നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. ഇസ്രായേലിൻ്റെ നിയമങ്ങളും പാരമ്പര്യങ്ങളും കർശനമായി പാലിച്ച ഒരു നീതിമാനായ മനുഷ്യനായാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. തൻ്റെ കൊട്ടാരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഒരു പച്ചക്കറിത്തോട്ടമായി ഉപയോഗിക്കാൻ ആഹാബ് രാജാവ് ആഗ്രഹിച്ചു. മുന്തിരിത്തോട്ടം നാബോത്തിൻ്റെ പൂർവിക അനന്തരാവകാശത്തെ പ്രതിനിധീകരിക്കുകയും യഹൂദ നിയമപ്രകാരം ഭൂമി ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമായി കാണപ്പെടുകയും കുടുംബ വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒന്നാണ്. അത് വിൽക്കുന്നത് കേവലം സ്വത്ത് കൈമാറ്റത്തിൻ്റെ കാര്യമല്ല, അത് അദ്ദേഹത്തിൻ്റെ കുടുംബ പൈതൃകവുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ കാര്യമായിരുന്നു. നാബോത്തിൻ്റെ അടുത്തേക്ക് ദൂതനെ അയക്കാൻ ആഹാബ് രാജാവ് തീരുമാനിച്ചു. നാബോത്തിനോട് പറയേണ്ടതെല്ലാം ദൂതൻ പറഞ്ഞു കൊടുത്തു. നാളെ രാവിലെ തന്നെ നാബോത്തിൻ്റെ അടുത്തേക്ക് തിരിക്കണം. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ മുന്തിരിത്തോട്ടത്തിലേക്ക് സന്ദർശനത്തിന് ഇറങ്ങിയതായിരുന്നു നാബോത്ത്. പെട്ടെന്ന് കുതിരയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ആഹാബ് പറഞ്ഞയച്ച ദൂതനായിരുന്നു അത്. അയാൾ കുതിരപ്പുറത്തു നിന്നിറങ്ങി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എന്നിട്ട് നാബോത്തിന് നേർക്ക് നടന്നു. നാബോത്ത്, നിന്റെ ഈ തോട്ടം മഹാരാജാവിന് വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന് ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ട്. പകരമായി മറ്റ് കൃഷിയിടമോ പണമോ മഹാരാജൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം, എനിക്ക് ഈ തോട്ടം നൽകാനാവില്ല. ഇത് തലമുറകൾ കൈമാറി വന്ന സ്വത്താണ്. ഇത് നൽകാനാവില്ല. മഹാരാജാവിനെ എതിർത്താലുള്ള അനന്തരഫലങ്ങൾ നാബോത്തിന് ദൂതൻ പറഞ്ഞു കൊടുത്തിട്ടും നാബോത്തിൻ്റെ തീരുമാനത്തിൽ നാബോത്ത് മാറിയില്ല. കടുത്ത വാക്കുകൾ ഉപയോഗിച്ച ശേഷം ദൂതൻ തിരികെ മടങ്ങി. നാബോത്തിൻ്റെ തീരുമാനം ദൂതൻ ആഹാബ് രാജാവിനെ അറിയിച്ചു. ആഹാബ് രാജാവ് ആകെ അസ്വസ്ഥനായി. താൻ ഏറെ ആഗ്രഹിച്ചതാണ് ആ മുന്തിരിത്തോട്ടം. താൻ ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ നാബോത്ത് അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് മഹാരാജാവ് കരുതിയത്. പ്രഭു, ജിസബൽ രാജ്ഞിയായിരുന്നു അത്. അങ്ങെന്താണ് വിഷമിച്ചിരിക്കുന്നത്? എന്തായാലും എന്നോട് തുറന്നു പറയൂ. ഉണ്ടായ കാര്യങ്ങൾ മഹാരാജാവ് ജിസബൽ രാജ്ഞിയോട് പറഞ്ഞു. ഈ ചെറിയ കാര്യത്തിനാണോ അങ്ങിങ്ങനെ വിഷമിക്കുന്നത്? ഇത് ഞാൻ സാധിച്ചു തരാം. അങ്ങൊന്നുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങ് മറ്റ് രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്താലും തോട്ടം നാബോത്തിൻ്റെ കയ്യിൽ നിന്ന് തിരികെ രാജാവിന് നൽകാമെന്ന് ജിസബൽ രാജ്ഞി ആഹാബ് രാജാവിന് വാക്കുകൊടുത്തു. ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ മഹാരാജാവ് തോൽക്കാൻ പാടില്ല. അല്ലെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നവരല്ലേ ഞങ്ങൾ. ഞങ്ങൾക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല. അടുത്ത ദിവസം ജെസബൽ നഗരത്തിലെ മൂപ്പന്മാർക്ക് കത്തുകൾ അയച്ചു. ദൈവത്തെയും രാജാവിനെയും ശപിച്ചതിന് നാബോത്തിനെ കുറ്റപ്പെടുത്താൻ അവരോട് ആജ്ഞാപിച്ചു. നാബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറയാൻ
കൂടി ആളുകൾ വേണമെന്ന് പ്രതീകമറിയിച്ചു. ദൈവത്തെയും മഹാരാജാവിനെയും നിന്ദിച്ചു എന്ന് ജനങ്ങളുടെ ഇടയിൽ അവർ പറഞ്ഞു പരത്തി. ജനങ്ങൾ ആ കള്ളം വിശ്വസിച്ചു. നാബോത്തിനെ വിചാരണയ്ക്കെത്തിക്കാൻ പടയാളികൾ നാബോത്തിൻ്റെ വീട്ടിലെത്തി. അവിടെ ധാരാളം ജനങ്ങൾ ഒത്തുകൂടിയിരുന്നു. ആഹാബ് രാജാവും രാജ്ഞിയും വിചാരണയ്ക്കായി സദസ്സിലേക്കെത്തി. ഒരു കുറ്റവാളിയെ കാണുന്ന പോലെയായിരുന്നു അവിടെ കൂടി നിന്ന ജനങ്ങൾ നാബോത്തിനെ നോക്കിയിരുന്നത്. വിചാരണ തുടങ്ങി. തൻ്റെ ഭൂമി തൻ്റേത് മാത്രമാണെന്നും അതിൻ്റെ അവകാശി എൻ്റെ തലമുറയാണെന്നും നാബോത്ത് ഉറപ്പിച്ചു പറഞ്ഞു. മരണമായിരിക്കും തൻ്റെ വിധിയെന്ന് അറിയാമെങ്കിലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ നാബോത്ത് ഒരുക്കമല്ലായിരുന്നു. പരിഹാസങ്ങളും അവഹേളനവും ആ സദസ്സിൽ ഉയർന്നു. ഒടുവിൽ ആ പരിഹാസ വിചാരണയിൽ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. ഒടുവിൽ നാബോത്ത് മരിച്ചു. അവൻ്റെ രക്തം അവൻ തൻ്റെ ജീവൻ കൊണ്ട് സംരക്ഷിച്ച മണ്ണിൽ ഒഴുകി. ഈ വാർത്ത ആഹാബിലെത്തിയപ്പോൾ അന്യായമായി ജീവൻ അപഹരിക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ച് ഒരു ചിന്ത പോലും ഒഴിവാക്കാതെ അവൻ വേഗം മുന്തിരിത്തോട്ടം പിടിച്ചെടുത്തു. എന്നാൽ അനീതി കർത്താവ് കണ്ടു. ഏലിയ പ്രവാചകൻ ആഹാബിൻ്റെ അടുക്കൽ വന്നു. നീ കൊലപ്പെടുത്തി ഭൂമി കൈവശപ്പെടുത്തിയോ? നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കും. ഏലിയാവിൻ്റെ പ്രവാചനം കേട്ടപ്പോൾ ആഹാബ് ഭയപ്പെട്ടു. തൻ്റെ വസ്ത്രങ്ങൾ കീറിയും ചാക്കുതുണി ഉടുത്തും ഉപവസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുതാപം ഭാഗികവും ഒരുപക്ഷെ ഭയത്താൽ പ്രേരിതവുമാണെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം കൊണ്ടുവന്നു. ആഹാബ് തന്നെ താഴ്ത്തിയതിനാൽ തൻ്റെ വംശത്തിൻ്റെ പൂർണ്ണമായ നാശം തൻ്റെ മരണശേഷം വരെ വൈകിപ്പിച്ചുകൊണ്ട് ദൈവം കുറച്ചു കരുണ കാണിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം മീക്ക പ്രവാചകന്റെ മുന്നറിയിപ്പുകൾക്കിടയിലും ആഹാബ് രാമോത്ത് ഗിലെയാദിലെ അരാമിയർക്കെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധസമയത്ത് ശത്രുപടയാളികളിൽ ഒരാൾ ഒരമ്പ് ചെയ്തു. അത് ആഹാബിൻ്റെ ശരീരത്തിലേക്ക് തറച്ചു കയറി. അവൻ തൻ്റെ രഥത്തിൽ രക്തം വാർന്നു കിടന്നു. അവൻ്റെ ശരീരം സമരിയയിലേക്ക് തിരികെ കൊണ്ടുവന്നു. രഥം കഴുകിയപ്പോൾ നായ്ക്കൾ അവൻ്റെ രക്തം നക്കി. ഏലിയയുടെ പ്രവചനം നിറവേറി. ആഹാബിൻ്റെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം ആഹാബിൻ്റെ രാജവംശത്തിനെ ഉന്മൂലനം ചെയ്യുന്നതിനായി പ്രവാചകനായ എലീശയാൽ യേഹു അഭിഷേകം ചെയ്യപ്പെട്ടു. ജെസബലിനെ നേരിടാൻ യേഹു ജസ്രയേലിലേക്ക് യാത്ര ചെയ്തു. യേഹു അടുത്തെത്തിയപ്പോൾ ജെസബൽ അവളുടെ കണ്ണുകൾ ചായം പൂശുകയും രാജകീയ വസ്ത്രം ധരിക്കുകയും കൊട്ടാരത്തിൻ്റെ ജനാലയിൽ നിന്ന് അവനെ പരിഹസിക്കുകയും ചെയ്തു. അവളെ താഴേക്കെറിയാൻ യേഹു പരിചാരകരോട് കൽപ്പിച്ചു. അവർ അനുസരിച്ചു. അവൾ ജനാലയിൽ നിന്ന് എറിയപ്പെട്ടു. അവളുടെ രക്തം മതിലിലും കുതിരകളിലും തെറിച്ചു. ജെസബലിൻ്റെ ശരീരം ചിന്നിച്ചിതറി. പിന്നീട് ആളുകൾ അവളെ അടക്കം ചെയ്യാൻ പോയപ്പോൾ നായ്ക്കൾ അവളുടെ മാംസം ഭക്ഷിച്ചതിനാൽ അവളുടെ തലയൊട്ടിയും കൈകളും കാലുകളും മാത്രം അവശേഷിച്ചു. ജെസബലിനെ നായ്ക്കൾ ഭക്ഷിക്കുകയും സംസ്കരിക്കാതെ വിടുകയും ചെയ്യുമെന്ന ഏലിയായുടെ പ്രവാചനം നിറവേറി. യേഹു തൻ്റെ ആക്രമണം തുടർന്നു. ആഹാബിൻ്റെ എല്ലാ പിൻഗാമികളെയും ആഹാബിൻ്റെ കൂട്ടാളികളെയും ബാലിലെ പുരോഹിതന്മാരെയും കൊല്ലുകയും ആഹാബിൻ്റെയും ജെസബലിൻ്റെയും വിഗ്രഹാരാധനയുടെയും അഴിമതിയുടെയും പാരമ്പര്യം അവസാനിപ്പിക്കുകയും ചെയ്തു. ആഹാബിൻ്റെയും ജെസബലിൻ്റെയും പ്രവൃത്തികൾ ഇസ്രായേലിലെ ദുഷ്ട നേതൃത്വത്തിൻ്റെയും അനീതിയുടെയും വിഗ്രഹാരാധനയുടെയും പ്രതീകമായി മാറി.
അധികാര ദുർവിനിയോഗം, ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിക്കൽ, മറ്റുള്ളവരെ വഴിതെറ്റിക്കൽ എന്നിവയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി അവരുടെ മരണം മാറി. നാബോത്തിന്റെ കൊലപാതകത്തിന് ശേഷം ആഹാബിൻ്റെയും ജെസബലിൻ്റെയും കഥ ദൈവിക നീതിയുടെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. നേതാക്കളെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം ഉത്തരവാദിയാക്കുന്നു. പ്രത്യേകിച്ച് അവർ നിരപരാധികളെ ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ. നാബോത്ത് ഇല്ലാതായെങ്കിലും അവൻ്റെ കഥ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പ്രതിധ്വനിക്കും. തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാലും ദൈവത്തിൻ്റെ നിയമത്തോടുള്ള നാബോത്തിൻ്റെ പ്രതിബദ്ധത വിശ്വസ്തതയുടെയും സമഗ്രതയുടെയും മൂല്യത്തെ അടിവരയിടുന്നു. ദൈവിക നീതിയുടെ ശക്തമായ ഉദാഹരണമായി ഈ കഥ വർത്തിക്കുന്നു. നാബോത്ത് അന്യായമായി സഹിച്ചെങ്കിലും ആഹാബിനും ജെസബലിനും ഒടുവിൽ അവരുടെ തെറ്റിൻ്റെ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വന്നു. നാബോത്തിൻ്റെ നിഷേധം പൂർവിക പൈതൃകത്തോടുള്ള ആഴത്തിലുള്ള ബഹുമാനത്തെയും പുരാതന ഇസ്രായേൽ സംസ്കാരത്തിൽ ഭൂമിയുടെയും അനന്തരാവകാശത്തിൻ്റെയും പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഇന്നത്തെ ഇസ്രായേലിലെ ഒരു പ്രധാന കാർഷിക മേഖലയാണ് ജസ്രയേൽ താഴ്വര. സമൃദ്ധിയുടെയും പ്രധാന ബൈബിൾ സംഭവങ്ങളുടെയും സ്ഥലമെന്ന നിലയിൽ അതിൻ്റെ ദീർഘവും സങ്കീർണവുമായ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന നിരവധി ആധുനിക ഇസ്രായേലി സമൂഹങ്ങളുടെയും മറ്റു ചരിത്ര സ്ഥലങ്ങളുടെയും ആസ്ഥാനമാണിത്.